തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ചൂട് കടുക്കുന്നതിനിടയിൽ തളപതി വിജയുടെ പാർട്ടിക്ക് നേരെ ആദ്യത്തെ വലിയ ആക്രമണം. തമിഴക വെട്രി കഴകത്തിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് ഓഫീസ് അജ്ഞാതർ തീവച്ച് നശിപ്പിച്ചു. ട്രിച്ചി ജില്ലയിലെ ശ്രീരംഗം മണ്ഡലത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 2:30 പെട്ടവായ്ത്തലയിലുള്ള TVK പാർട്ടി ഓഫീസിന് അക്രമികൾ തീയിടുകയായിരുന്നു. TVKയുടെ ട്രിച്ചി ജില്ലാ കർഷക വിഭാഗം സെക്രട്ടറി വീരശവയുടെ വീടിന് പ്രവേശന കവാടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഓഫീസാണിത്. 20x20 അടി വലുപ്പമുള്ള താൽക്കാലിക പന്തലും അവിടെ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും പൂർണ്ണമായും കത്തുനശിച്ചു. ഭാഗ്യവശാൽ ആർക്കും പരിക്കുകളില്ല. വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി തീയണച്ചതിനാൽ വലിയൊരു ദുരന്തമായിരുന്നു ഒഴിവായത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ബൈക്കിലെത്തിയ മുഖം മൂടി അണിഞ്ഞ 2 പേർ ഓഫീസിന് തീയിടുന്നതായി വ്യക്തമായിട്ടുമുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് കുറ്റക്കാർക്കായി വലവിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീരംഗം മണ്ഡലത്തിലെ പാർട്ടിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസായിട്ടാണ് ഈ ഒരു പന്തൽ അല്ലെങ്കിൽ ഈ ഒരു ഓഫീസ് താൽക്കാലിക പന്തൽ പ്രവർത്തിച്ചിരുന്നത്. പ്രദേശത്തെ പ്രാദേശിക വിഷയങ്ങളോ രാഷ്ട്രീയ വൈരാഗ്യമോ ആകാം ഈ ഒരു അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ പുതിയതായി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച വിജയുടെ പാർട്ടിക്ക് നേരിടേണ്ടി വരുന്ന ഇത്തരം അക്രമങ്ങൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ നേർചിത്രമാണ് കാണിക്കുന്നത്. ബംഗാളിലെ പോലെ തന്നെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ ഉടൻ പിടികൂടുമെന്ന നിലപാടിലാണ് പോലീസ്. സഹകരിക്കുന്നുണ്ട് അവർ. പോലീസുകാർ അല്ലാതെ സ്റ്റാലിന്റെ പോലീസ് ആയതുകൊണ്ടുള്ള പ്രത്യേക വിവേചനമൊന്നും അവർ കാണിക്കുന്നില്ല. എന്തായാലും വിജയ്ക്കും അനുയായികൾക്കൊക്കെ ഇതൊരു വലിയ വെല്ലുവിളിയായി മാറുകയാണ്. അവർ ഇത്തരം സംഘർഷങ്ങളൊക്കെ വിജയുടെ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ തമിഴക രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകും എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇപ്പോൾ കണ്ടത്.